ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ എസൻഷ്യൽ ന്യൂട്രിയൻസും അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണ സാധനമാണ് കോൺഫ്ലേക്സ്. ഇന്ത്യയിലും മറ്റു വിദേശ രാജ്യങ്ങളിലും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ബ്രേക്ക്ഫാസ്റ്റായി കഴിക്കുന്നത് കോൺഫ്ലേക്സും പാലും ചേർത്ത മിക്സാണ്. അപ്പോൾ ഇതിലടങ്ങിയിരിക്കുന്നത് വൈറ്റമിൻ എ, വൈറ്റമിൻ ബി, B12, കാൽഷ്യം, അയൺ, പ്രോട്ടീൻസ് എല്ലാം അടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല ലോ കൊളസ്ട്രോളും കൂടിയാണ്. അതുകൊണ്ട് തന്നെ വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് ഡയറ്റ് ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇത് തന്നെ ചൂസ് ചെയ്യാം. അപ്പം നമ്മൾ കോൺഫ്ലേക്സ് ഉപയോഗിച്ചിട്ട് ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നമുക്ക് തയ്യാറാക്കാം. ഇവിടെ ഞാൻ 1/2 കപ്പ് കോൺഫ്ലേക്സ് എടുത്തിട്ടുണ്ട്. ഒരാൾക്കുള്ള അളവാണ് ഞാൻ പറയുന്നത്. അപ്പം നമ്മൾ കോൺഫ്ലേക്സിലേക്ക് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. തിളപ്പിച്ചാറിയ പാല്, 1 ഗ്ലാസ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പാലൊരു സമീകൃത ആഹാരമാണെന്ന് എല്ലാവർക്കും അറിയാം. നമ്മുടെ ഒരു ദിവസത്തെ ആവശ്യത്തിനുള്ളതെല്ലാം തരാനായിട്ട് പാലിന് കഴിയും. ഇനി നമ്മളിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കഷ്ണം ആപ്പിൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ധാരാളം ഫൈബർ അടങ്ങിയ ഒരു ഫ്രൂട്ടാണ് ആപ്പിൾ. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ അയണിൻ്റെ കുറവ് നികത്താൻ ഹെൽപ്പ് ചെയ്യുന്ന മാതള നാരങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക്. ഇതൊക്കെ ഓപ്ഷനിലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. കുറച്ച് ഉണക്കമുന്തിരിയും ഞാൻ ചേർക്കുന്നുണ്ട്. ഇതും നമ്മുടെ ശരീരത്തിലെ ഭക്ഷണം ദഹിക്കാൻ സഹായിക്കുന്നതിനോടൊപ്പം തന്നെ അയണിൻ്റെ കുറവ് നികത്തും. അത് നമുക്ക് ദിവസം മുഴുവൻ നല്ല ഊർജ്ജം പ്രദാനം ചെയ്യുകയും ചെയ്യും. കുറച്ച് കാഷ്യൂ നട്ട്സും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും സംഭവങ്ങളാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. ഇത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റായി കഴിക്കുന്നത് ദിവസം മുഴുവൻ ഊർജ്ജസ്വലതയോടെ നിലനിൽക്കാനായി സഹായിക്കും. അതുകൊണ്ട് തന്നെ വെയിറ്റ് ലോസ് ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇത് തന്നെ ആയിരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം നമുക്ക് നമ്മുടെ വിശപ്പ് കുറയ്ക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ളതെല്ലാം പ്രദാനം ചെയ്യാനും ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് കഴിയും. ഇതിലേക്ക് കുറച്ച് തേൻ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മധുരമായിട്ട് മറ്റൊന്നും ചേർക്കരുത്, തേൻ മാത്രം ചേർക്കുക. പിന്നെ ഇത് സ്വീറ്റൻഡ് കോൺഫ്ലേക്സ് ആയിരുന്നു. അപ്പോൾ മധുരമില്ലെങ്കിലും മധുരത്തിന് നിങ്ങൾ തേൻ ചേർത്ത് കൊടുത്താൽ മതി. അതല്ലെങ്കിൽ ഇതിലേക്ക് ബനാന ആഡ് ചെയ്ത് കഴിച്ചാലും മതി. പഞ്ചസാര ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം പഞ്ചസാര ആഡ് ചെയ്തത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് പ്രയോജനമൊന്നുമില്ല. മാത്രമല്ല നിങ്ങൾ ഡയറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ശരീരത്തിന് അത്ര നല്ലതായിരിക്കില്ല. അപ്പോൾ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. താങ്ക്